സ്നേഹം നിറഞ്ഞ ഗുരുക്കന്മാരെ, മറ്റു സുഹൃത്തുക്കളെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഉത്രാട നക്ഷത്ര ജാതകരുടെ ശനി മാറ്റത്തെ പറ്റിയാണ്. 2025 മാർച്ച് 29 ഇവർക്ക് ശനി ഇപ്പോൾ നിൽക്കുന്ന രാശികളിൽ നിന്ന് മാറുകയാണ്. ഉത്രാടത്തിന് 2 കൂറുകളുണ്ടെന്ന് നാം പറഞ്ഞല്ലോ നേരത്തെ, ധനുക്കൂറും മകരക്കൂറും. ഈ 2 കൂറുകാർക്കും ഇതുവരെ ശനിയുടെ കുറച്ച് വിഷമങ്ങൾ, പ്രയാസങ്ങൾ, അരിഷ്ടതകൾ, രോഗദുരിതങ്ങൾ, ഇങ്ങനെ പല രീതിക്കുള്ള അവസ്ഥകൾ ഉണ്ടായിരുന്നു. ജന്മശനി, 7ര ശനി ഒക്കെ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ തീരാൻ പോവുകയാണ്. മാർച്ച് 29 കഴിയുമ്പോൾ മകരക്കൂറുകാർക്ക് പൂർണ്ണമായി മാറുകയും, ശനി മാറ്റം പൊതുവെ ഇവർക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കിയെങ്കിലും അതുപോലെ തന്നെ വേടന്റെ നല്ല അവസ്ഥകൾ കൊണ്ട് സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും കുറച്ച് പുഷ്ടികളും ഉണ്ടാക്കിയിരുന്നു. ഇനി അവർക്ക് പൂർണ്ണമായി ശനിയുടെ മന്ദഗതിയിലുള്ള നടനം മാറി മെല്ലെ മെല്ലെ കുറച്ചുകൂടെ ഉയർച്ചയിലേക്ക് ഇവർ പോവുകയാണ് എന്ന് തന്നെ പറയാം. കാരണം ശനി മന്ദനാണല്ലോ. ഇതുവരെ കുറച്ച് മന്ദതയും രോഗദുരിതങ്ങളും പ്രയാസങ്ങളും കടബാധ്യതകളും എല്ലാവരുമായി ശത്രുത, ഇങ്ങനെയൊക്കെ ചിലർക്ക് മനോഭാവങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം മാറുകയാണ്. ഇനി അവർക്ക് നേതൃത്വ സ്ഥാനം വഹിക്കുന്നവർക്ക് നേതൃത്വ സ്ഥാനത്തിലേക്ക് കടക്കാനുള്ള ഒരു അവസരം കൂടെയാണ്. അതുപോലെ തന്നെ പൊതുമധ്യത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് സ്ഥാനമാറ്റങ്ങൾ, സ്ഥാന ഐശ്വര്യം, സർക്കാർ സംബന്ധിയായി തൊഴിൽ ചെയ്യുന്നവർക്ക് സ്ഥാന ലബ്ധിയും സ്ഥാനങ്ങൾ മാറിയുള്ള പ്രൊമോഷൻ, അതുപോലെ നല്ല 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 അവസ്ഥകളിലേക്ക് പോകുവാനുള്ള അവസരം, അതുപോലെ കായിക കലാ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും കൂടുതൽ ഉന്മേഷവും ശരീരബലവും, അതുപോലെ തൊഴിൽ പൊതുമേഖല IT ഈ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് കൂടുതൽ പഠിക്കുവാനും സാങ്കേതിക വിദ്യ കൈവശപ്പെടുത്തുവാനും അവസരങ്ങളാണ് കൈവന്നുകൊണ്ടിരിക്കുന്നത്. പൊതുവെ ഉത്രാട നക്ഷത്ര ജാതകർക്ക് ഇനി ഒരു അനുകൂല അവസ്ഥകളാണ് പൊതുവെ നാം കാണുന്നത്. കാരണം ഒരുക്ക നക്ഷത്രം എന്നാണ് ഉത്രാടത്തിന് നമ്മൾ പറയാറുള്ളത്. ഉത്രാടം കഴിഞ്ഞാൽ അടുത്ത തിരുവോണം. അപ്പോൾ ഉത്രാടം നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ ഏത് കാര്യത്തിനും ഒരുക്കേണ്ട ഒരു സമയം. അതായത് പുതിയ തലമുറയ്ക്ക് വിവാഹത്തിനും, അതുപോലെ സന്താനലബ്ധിക്കുള്ളവർക്ക് സന്താനലബ്ധി ലഭിക്കുവാനും, വിദേശത്ത് പോകാനുള്ളവർക്ക് വിദേശത്ത് പോയി സമ്പാദ്യങ്ങൾ ഉണ്ടാക്കുവാനും, ഗ്രഹം വാങ്ങാനും, ഗ്രഹഭൂമി നന്നാക്കാനും, ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ, അതുപോലെ തന്നെ വാങ്ങുവാനും വിൽക്കുവാനും അതിൽ നിന്നുള്ള ലാഭങ്ങൾ, നേട്ടങ്ങൾ എന്നിവയെല്ലാം ഉത്രാടത്തിന് വരുന്ന ജനുവരിക്ക് മുമ്പ് വളരെ അനുകൂല അവസ്ഥകളെ ഉണ്ടാക്കും. സെപ്റ്റംബർ മുതൽ ഇവർക്ക് സാമ്പത്തികമായി വളരെ നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഇവർ പൊതുവെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ഉല്ലാസം അനുഭവിക്കുന്നവരാണ്. ഇവർ വളരെ കൃത്യനിഷ്ഠ ജീവിതത്തിൽ പുലർത്തുന്നവരും, മറ്റുള്ളവരെ ആരെയും വിഷമിപ്പിക്കാതെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളിൽ വളരെ ഭംഗിയായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുമാകുന്നു. സത്യസന്ധത ഇവരുടെ കൈമുതലാണ്. അതുപോലെ തന്നെ വിദേശത്ത് പോയി പണിയെടുക്കുവാനും, പല ചെറുപ്പക്കാർക്കും വിദേശത്ത് പോകുവാനും അവിടെ നിന്നുള്ള സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുവാനും ഒക്കെ അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ശ്രമിക്കുന്നവർ ശ്രദ്ധാപൂർവം ശ്രമിക്കുകയും അതിനുവേണ്ടിയുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യുകയും ചെയ്യാം. പക്ഷെ പൈസ ഇടപാടുകൾ അവരവർ ശ്രദ്ധിച്ചേ ചെയ്യാവൂ.
അവർക്ക് മാത്രമല്ല, പൊതുവെ ധനം ഇടപാടുകൾ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് നടത്താൻ പറ്റുകയുള്ളൂ. പ്രൊഫഷണൽ കോഴ്സ് നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ കാലഘട്ടം വരുന്നു. അതുപോലെ ഈ ജോലിയിൽ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് അനുകൂലമായ ജോലികൾ ഉടനെ വരാൻ പോകുന്നു. അതുപോലെ വിവാഹത്തിന് നിശ്ചയിച്ച വിവാഹങ്ങൾ നടത്തുവാനുള്ള അവസരങ്ങൾ, കുഞ്ഞുങ്ങൾക്ക് വിദ്യയിൽ മോശം ഉണ്ടെങ്കിലും എന്തെങ്കിലും രീതിയിൽ പഠന പുഷ്ടി കൊടുത്ത് അവരെ വിദ്യാവിജയത്തിലേക്ക് കൊണ്ടുപോകുന്നതും നന്നായിരിക്കും. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ പഠിക്കുവാനും അതുപോലെ തൊഴിലിന് പോകുന്നവർക്കും പൊതുവെ സാസ്താവിൻ്റെയും സർപ്പഭഗവാന്റെയും അനുഗ്രഹങ്ങൾ വരുത്തിക്കൊണ്ട് അവർ വിദേശങ്ങളിൽ പോയി കഴിഞ്ഞാൽ അനുകൂലമായ അവസ്ഥകളും നല്ല തൊഴിലും നല്ല വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങളും മാനസികമായും ശാരീരികമായും അവർക്ക് വളരെ സന്തോഷവും ഉണ്ടാകും. പൂന്നാളിൽപ്പെട്ട ഉത്രാട നക്ഷത്രം വിവാഹത്തിന്, അതുപോലെ തന്നെ ചോറൂണിന്, ഗൃഹപ്രവേശനത്തിന്, ഗൃഹം നന്നാക്കുവാൻ, മറ്റ് എല്ലാ കാര്യങ്ങൾക്കും എടുക്കുന്നത് നന്നായിരിക്കും. ഉത്രാടം നക്ഷത്രത്തിൽ ജനിക്കുന്നത് ഒരു മഹാഭാഗ്യമായിട്ടാണ് ചിലർ ചിത്രീകരിക്കുന്നത്. എന്തെന്നാൽ അവർ സൗന്ദര്യം, തേജസ്സുകളും ഐശ്വര്യങ്ങളും ഭാഗ്യങ്ങളും ഉള്ളവരാകുന്നു. ഇവർ ജനിക്കുന്നത് സൂര്യദശയിലാണ്. ആദ്യത്തെ കൂറുകാർക്ക് ഏതാണ്ട് 5 കൊല്ലം വരെ നിൽക്കും. രണ്ടാമത്തെ കൂറുകാർക്ക് ഏതാണ്ട് 3-3.5 കൊല്ലം നിൽക്കും. അങ്ങനെ പൊതുവെ ആദിത്യൻ 6 കൊല്ലമാണെങ്കിലും ഇവർക്കൊരു 3-4 കൊല്ലം ആദിത്യ ദശ കിട്ടും. പിന്നീട് ചന്ദ്രദശ 10 കൊല്ലം കിട്ടും. അത് കഴിഞ്ഞാൽ ചൊവ്വാദശ 7 കൊല്ലം കിട്ടും. അത് കഴിഞ്ഞാൽ രാഹുർ ദശ 18 കൊല്ലം. ഈ രാഹുർ ദശാകാലത്ത് ഏതാണ്ട് 20 വയസ്സിന് ശേഷം 38 വയസ്സ് വരെ ഇവർക്ക് ഇഷ്ടകാര്യങ്ങൾ, പഠന പൂർത്തീകരണം, വിദേശവാസം, തൊഴിൽ, യോഗം, വിവാഹം, സന്താനം, ഭാഗ്യ ഐശ്വര്യങ്ങൾ, ഗൃഹനിർമ്മാണം എന്നീ. വേഴദശ 16 കൊല്ലം. വേഴദശ പൊതുവെ ഉത്രാട നക്ഷത്രജാതകർക്ക് അനുകൂലമായിരിക്കും. ചിലർക്ക് ധനുക്കൂറും ആയതുകൊണ്ട്, അതായത് വേഴന്റെ ക്ഷേത്രത്തിലായതുകൊണ്ട് ധനുക്കൂറുകാർക്ക് വേഴം പൊതുവെ നന്നായിരിക്കും. അടുത്ത ഈ വേഴദശയിൽ സന്താനങ്ങളെ കൊണ്ട് ഐശ്വര്യം, ഭാഗ്യ ഐശ്വര്യങ്ങൾ, ഭാഗ്യനേട്ടങ്ങൾ, ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് വളരെ ഐശ്വര്യവും അവർ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ശക്തിയും, മാതാപിതാക്കളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ രീതിയിലുള്ള മരുന്ന്, ഭക്ഷണം, ഇങ്ങനെയുള്ള എല്ലാ ക്രമീകരണങ്ങൾക്കും അവർക്ക് വേണ്ടി ഒരു ശുശ്രൂഷ പോലെ നൽകി അവരെ ഗുരുത്വം വീണ്ടും തെളിയിക്കും. അത് കഴിഞ്ഞാൽ ഈ ദശാകാലത്ത് ഇവർ മഹാവിഷ്ണുവിനെ യഥാവിധി പൂജിച്ചു കൊള്ളുക. അത് കഴിഞ്ഞാൽ വരുന്നത് ശനിദശ. ശനി പൊതുവെ ഇവർക്ക് നന്നായിരിക്കും. മകരക്കൂറിലാണല്ലോ, ഇവർ മകരക്കൂറും കൂടെ ആണല്ലോ. അതുകൊണ്ട് ശനി ഇവർക്ക് പൊതുവെ അനുകൂലമായി ഇരിക്കുന്ന അവസ്ഥയാണ്. ഈ മേഖലകളിലും മറ്റ് എഞ്ചിനീയറിങ്ങിലും മെഡിസിനിലും IT മേഖലകളിലും ജോലി ചെയ്യുന്നവർക്ക് ഈ ശനിദശ പൊതുവെ അനുകൂലമായിരിക്കും. അതുപോലെ തന്നെ സാധാരണ കൃഷിക്കാർ, വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ, വാഹനങ്ങൾ കൊണ്ട് ജീവിക്കുന്നവർ, മണ്ണിൽ അധ്വാനിച്ച് ജീവിക്കുന്നവർ, ഇവർക്കെല്ലാം കാലം അനുകൂലമായിരിക്കുകയും ചെറുകിട കർഷകർക്ക്, അതുപോലെ ചെറുകിട വ്യാപാരികൾക്കും സാമ്പത്തികമായ നേട്ടം ഈ കാലഘട്ടങ്ങളിൽ അവർക്ക് ഉണ്ടാകും. സാസാവിന് നീലാഞ്ജനം നൽകുക. അത് കഴിഞ്ഞാൽ വരുന്നത് ബുധദശ 17 കൊല്ലം. ബുധൻ സാമാന്യ നല്ല ഐശ്വര്യങ്ങൾ കൊടുക്കും. അത് കഴിഞ്ഞാൽ വരുന്നത് കേതുദശ 7 കൊല്ലം. ഇങ്ങനെ ഇവരുടെ ദശകൾ പോവുകയാണ്. ബുധദശയിൽ ഹനുമാനും മഹാവിഷ്ണുവിനെയും പ്രത്യേക പൂജകൾ ചെയ്യുക. കേതുദശയിൽ ഗണപതിക്കും സർപ്പരാജാവിനെയും പൂജിച്ചു കൊള്ളുക. പൊതുവെ നാം ഇന്ന്
പറയുന്നത് ഒരുക്ക് രാശിയായ ഉത്രാട നക്ഷത്രത്തെ പറ്റിയാണ്. ഉത്രാട നക്ഷത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉത്രാടം കഴിഞ്ഞാൽ അടുത്ത് തിരുവോണം, കർക്കിടക കഴിഞ്ഞ് അടുത്ത് വരുന്നത് ചിങ്ങത്തിലെ തിരുവോണം. തിരുവോണത്തിന് വളരെ പ്രധാനമുണ്ട്. തിരുവോണത്തിന് മുന്നേ ഉള്ള ഉത്രാടവും വിശേഷമാണ്. എല്ലാ കാര്യങ്ങളും ജീവിതത്തിന്റെ, അതുപോലെ ഇവരുടെ ജീവിതത്തിന് പൊതുവെ ഒരു സത്യസന്ധത ഉണ്ടാകുകയും ഇവർ ആത്മാർത്ഥമായി അധ്വാനിക്കുകയും ചെയ്യുന്നവരാണ്. ഇവർക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മലയൻകീഴ് പുരുഷോത്തമൻ.